പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെബ. ഞാൻ ഇപ്പോൾ യു എയിൽ നിന്നാണ് വരുന്നത്. സ്ഥലം പാവറട്ടി, തൃശ്ശൂർ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പുതുക്കാനായിട്ട് വരാൻ സാധിച്ചിരുന്നില്ല. ആ ഇടയ്ക്ക് എൻ്റെ ജോലിയിലുണ്ടായ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും പുതുക്കാനായി വന്നത്. 2025 ഏപ്രിൽ മാസമാണ് ഞാൻ ഇവിടെ പുതുക്കാനായി വന്നത്. ഞാൻ നാട്ടിൽ 6 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീച്ചറാണ്. ഞാൻ സ്പെഷ്യലി ഡിസേബിൾഡായ കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രൊഫഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കുട്ടികൾക്ക് വേണ്ടിയൊന്നും ചെയ്യാനോ എൻ്റെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രെസ്സും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലി ഇവിടെ നിന്ന് മാറി പുറത്തേക്ക് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. ഞാൻ BEd കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പുറത്ത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദുബായിലേക്ക് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാനായി ഏപ്രിൽ വന്നു. ഉടമ്പടി പുതുക്കി തിരിച്ചു പോയതിനു ശേഷം ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ് 8 എന്ന ഡേറ്റിൽ തന്നെ പിറ്റേ മാസം മെയ് മാസം 8-ാം തീയതി എനിക്ക് ദുബായിൽ പോകാനായിട്ടുള്ള വിസിറ്റിംഗ് വിസയും ടിക്കറ്റും എടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷവും ഞാൻ 3 മാസവും അവിടെ ഓഗസ്റ്റിൽ സ്കൂൾ പൂട്ടുന്നതിന് മുൻപായിട്ട് എവിടെയെങ്കിലും ജോലി ശരിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അവിടെയും പോയിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിനെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടും എനിക്ക് ജോലിയിലൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോയിരുന്നതെല്ലാം ഇന്ത്യൻ സ്കൂളുകളിലായിരുന്നു കൂടുതൽ ഇൻ്റർവ്യൂ കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചും അതുപോലെ ഡെമോ ക്ലാസ് എടുത്തും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അവസാനമാകുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി കിട്ടാതെ വരുന്നൊരവസ്ഥയായി. ഞാൻ ആഗ്രഹിച്ച ആൾക്കാർ ഇന്നൊന്നും എനിക്കൊന്നും ഒരു സഹായം അവിടെ നിന്ന് ലഭിച്ചില്ല. ഞാൻ അങ്ങനെ ആകെ വിഷമത്തിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം ഞാൻ വളരെ വിഷമത്തിലായി. 3 മാസം കഴിയാറായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും എനിക്ക് തീരെ വിസ പുതുക്കണം, നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ജോലി ശരിയാകുന്നില്ല. അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം അവിടെ ഓൺലൈനിൽ മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ കരയുന്നുണ്ടെങ്കിലും സൗണ്ട് പുറത്ത് വരുന്നില്ല. എങ്കിലും ഞാൻ അലറിയാണ് ഞാൻ കരയുന്നത്. അത്രയും വിഷമത്തിൽ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു തീരുമാനം നീ ഇന്ന് തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. അന്ന് ഞാൻ ആ ചൊവ്വാഴ്ച ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുൻപ് CV കൊടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അവളെന്നോട് പറഞ്ഞു, നിനക്ക് ജോലി സ്ഥലത്ത് നിൻ്റെ CV ഞാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ നിന്നെ അവർ വിളിക്കും, നീ അതിൻ്റെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രതീക്ഷിക്കാതെ തന്നെ അവർ ആ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അതുവരെ ഇൻ്റർവ്യൂവിന് പോയതെല്ലാം ദുബായിലായിരുന്നു. അബുദാബിക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ വിളിച്ച സ്കൂൾ അബുദാബിയിലായിരുന്നു. മാത്രമല്ല അതൊരു ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളായിരുന്നു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ ഞാൻ ആഗ്രഹിക്കാതെയാണ് എനിക്ക് ആ കോൾ അവിടെ നിന്ന് വന്നത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും എനിക്ക് അറിയില്ല ഞാൻ ആദ്യം അവിടേക്ക് പോകുന്നെങ്കിൽ, എനിക്ക് അവിടെ ആരും പരിചയമില്ലെങ്കിലും ഞാൻ പോകുന്ന സമയത്തെല്ലാം മാതാവ് ഉടമ്പടി എടുത്ത പല വ്യക്തികളെയും പരിചയപ്പെട്ട് എനിക്ക് പോകാനും വരാനൊക്കെ സൗകര്യം ഒരുക്കി തന്നു. ഞാൻ അവിടെ എത്തി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കയറുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളാണ്, നല്ല ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളെ, എനിക്ക് അത്ര വലിയ ലാംഗ്വേജ് ഫ്ലുവൻസി സ്പീക്കിങ്ങിലില്ല. പക്ഷേ എന്നാലും ഞാൻ അതിന് മുൻപായിട്ട് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് സ്കൂളിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ ഉടമ്പടി തേൻ കഴിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് മുൻപ് ഹാളിൽ കയറിയത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് അതിനെല്ലാം ആൻസേഴ്സ് പറയാൻ സാധിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞിരുന്നു, മാതാവ് എനിക്ക് ഏത് ജോലിയാണോ കിട്ടുന്നത്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയ ഡ്രസ്സ് ഇട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞ മാതാവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നീ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് മാതാവിന് മുമ്പിൽ. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. പക്ഷെ അവരെന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, കാരണം അവിടെ ADEK എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടിയാലാണ് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലപ്പോൾ കിട്ടില്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യ്, അവരറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മുൻപുള്ള ഒരു ടീച്ചർ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്തിട്ടും ഈ അപ്രൂവൽ കിട്ടാത്ത കാരണം കൊണ്ട് ആൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ഇത് കിട്ടുമോ എന്നൊരു സംശയത്തിലായി വീണ്ടും. പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു, മാതാവേ എനിക്കിത് നടത്തി തരണമെന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി അങ്ങനെ ഡേറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. സെപ്റ്റംബർ 18-ാം തീയതി എനിക്ക് ADEKൻ്റെ അപ്രൂവൽ കിട്ടി. എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ ഒട്ടും വിചാരിക്കാതെ ഞാൻ ആഗ്രഹിച്ച പോലെ ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിൽ ഒരു സെൻറ്റ് ടീച്ചറായിട്ട് ഞാൻ ആഗ്രഹിച്ച സാലറിയിൽ മാതാവ് എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അതൊരിക്കലും എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടിയൊരു ജോലിയാണ്.
അതുപോലെ ഞാൻ ഈ 3 മാസത്തിലെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ തനിച്ചാണ്. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് സഹനങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് ഉടമ്പടിയിലെടുത്തതും മാതാവിൻ്റെ അടുത്തതും ഈ സമയത്താണ്. എനിക്ക് അങ്ങനെ ഉടമ്പടി പത്രവും കാശുരൂപവും മാത്രമാണ് അവിടെ ആശ്രയം ഉണ്ടായിരുന്നത്. എനിക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാനത് ഉടമ്പടി പത്രത്തിനുള്ളിൽ വെച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ പള്ളിയിൽ പോകാനായിട്ട് ഞാൻ ചില സമയത്തൊക്കെ നല്ല ചൂടാണ് അവിടെ. എനിക്ക് ചില സമയത്ത് പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ദൂരം നടന്നിട്ടായാലും ഞാൻ കുർബാന മുടക്കാറില്ല. ആത്മീയമായിട്ട് ഒരുപാട് ഒരുങ്ങി കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതിനിടയിൽ എനിക്ക് ഓഫറിട്ട് വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായത്, ഞാൻ അവിടെയാണെങ്കിലും കൃത്യമായിട്ട് 5:30 എഴുന്നേറ്റ് ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡെയിലി ബ്രെഡ് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് അച്ഛൻ ഒരു ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസത്തിനുള്ളിൽ വിസ പ്രശ്നം മാറി ജോലി കിട്ടുന്ന ഒരു സന്ദേശം പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് ആയിരിക്കും എന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ എനിക്ക് ആ ദിവസത്തിനുള്ളിൽ തന്നെ ജോലിയുടെ കാര്യം ശരിയായതു. അതേപോലെ 5:30 ഇതുപോലെ ഞാൻ എല്ലാ പ്രയറും ചെയ്യുമ്പോഴും എൻ്റെ റൂംമേറ്റ്സ് പറയുമായിരുന്നു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിനക്കിത് കിട്ടില്ല, നീ അവരെന്നോട് വേറൊരു കാര്യം ചെയ്യാനായിട്ട് വേറൊരു ആരാധനയുടെ കാര്യം പറഞ്ഞു, നീ അതുപോലെ ചെയ്ത് എനിക്ക് ജോലി കിട്ടുന്ന അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചത് എൻ്റെ മുൻപിലാണ്, എന്നെ നാണം കെടുത്തരുത്. അവരെന്നോട് പറഞ്ഞത് വെള്ളിയാഴ്ച സ്ഥലത്ത് പോകാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് എനിക്കൊരു ഉത്തരം നീ തരണം, അതിന് മുൻപ് നീ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ തരണം എന്ന് പറഞ്ഞു. അതേപോലെ ആ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ആഴ്ചയിൽ ബുധനാഴ്ച എനിക്ക് മാതാവ് എൻ്റെ ഓഫർ ലെറ്റർ തന്നു ജോയിൻ ചെയ്യാനായിട്ട്. എനിക്ക് ജോയിൻ ചെയ്യാൻ സെപ്റ്റംബർ 18-ാം തീയതി സാധിച്ചു. അതേപോലെ തന്നെ എൻ്റെ ആത്മീയ മേഖലയിൽ ഒരുപാട് ഉന്നതി ഉണ്ടായ പോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫീൽഡായതുകൊണ്ട് എനിക്ക് കുട്ടികളെ അറിയാൻ സാധിക്കുമായിരുന്നു. പല ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എനിക്കറിയാം, ഡിസേബിളായ കുട്ടികളായാലും പല പ്രശ്നമുള്ള സാമ്പത്തിക കുട്ടികളൊക്കെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവരെ കണ്ടെത്തി അവർക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പത്രം വാങ്ങിയ പൊതുസ്ഥലങ്ങളിലെല്ലാം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ പോയതിനു ശേഷം എനിക്ക് പുറമേ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയുന്ന ആൾക്കാർ റൂംമേറ്റ്സിലൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്നെ പറ്റുന്ന പോലെ ഭക്ഷണം കൊടുത്തൊക്കെ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഞാൻ അതിൽ മാതാവിൻ്റെ ഒരു സാക്ഷ്യങ്ങളും ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു അക്കൗണ്ട് വഴിയായിട്ട് കറക്റ്റായിട്ട് അതിൽ പോസ്റ്റ് ഇട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ വന്ന് ഇവിടെ ഡിസംബറിൽ സാക്ഷ്യം പറയാൻ ഞാൻ വരുന്നു പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് വരാൻ ഈ സമയത്ത് ടിക്കറ്റ് ഭയങ്കര റേറ്റാണ്, വരാൻ പറ്റില്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ജൂണിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് PCOD അസുഖം മുൻപുണ്ടായിരുന്നു, അത് ഇവിടുത്തെ തേൻ ഉപയോഗിച്ച് മാറിയതായിരുന്നു. പക്ഷേ എനിക്ക് ആ മാസം അറിയാതെ പെട്ടെന്ന് വീണ്ടും ബ്ലീഡിങ് കൂടി നിൽക്കാത്ത അവസ്ഥ. ഞാൻ അവിടെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല, നാട്ടിൽ വന്നേ പറ്റുന്നൊരവസ്ഥയിലായി. ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, നീ എനിക്ക് ഈ അസുഖം മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് നിന്നു. അതുപോലെ ഇങ്ങോട്ട് വരുന്ന യാത്രയും ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാനായിട്ട് ഒരു ജോലി തന്ന മാതാവിനെ ഒരുക്കി. ഞാൻ ഓഗസ്റ്റ് മാസമൊക്കെ അവസാനമാകുമ്പോൾ ഞാൻ ജോലി കിട്ടാതെ എന്താവസ്ഥയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്നിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഒരു ജോലി കിട്ടിയെന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിന് മുമ്പിൽ നിർത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. സഭയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സഭയ്ക്ക് ആദ്യം തന്നെ ഉടമ്പടി എടുത്തപ്പോൾ കൃത്യമായി പാലിക്കാൻ സാധിക്കാതിരുന്നുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു. വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ ഉറപ്പായി ഒരു നല്ല തീരുമാനം പരിശുദ്ധ അമ്മയെ അറിയിച്ചുകൊണ്ടാണ് ഇവിടുന്ന് സഭ ദുബായിലേക്ക് പോയത്. അവിടേക്ക് വിസ കിട്ടിപ്പോയിട്ടും എന്തെല്ലാം പരിശ്രമിച്ചിട്ടും സഭയ്ക്ക് അവിടെ ജോലി കിട്ടുന്നില്ലായിരുന്നു. സഭ വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും തൻ്റെ എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിക്കുകയും ചെയ്തപ്പോൾ സഭ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വാഗ്ദാനം നൽകി. ഞാൻ ഏത് ഡ്രസ്സിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നുവോ ആ ഡ്രസ്സിൽ തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും.
സഭയ്ക്ക് വേണ്ടിയുള്ള ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തോന്നി തുടങ്ങുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമുക്ക് വേണ്ടിയുള്ള ഒരു ദേശത്തിൻ്റെ നിയമം പോലും ഈശോ മാറ്റുന്നതായിട്ടാണ് ഈ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത്. UK-യിലുണ്ടായ ബ്രിട്ടൻ സ്കൂളിലെ ഒരു വലിയ നിയമം തന്നെ മാറ്റുകയായിരുന്നു. അവിടെ സൺ സ്കൂൾ ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളത് ആ സ്കൂളിൻ്റെ ഒരു നിയമമായി വന്നപ്പോൾ ഈ മകൾക്ക് ആ ഒരു നിയമം തന്നെ മാറ്റിക്കൊണ്ട് ഈ മകൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ആ സ്കൂളിൽ ജോലി ലഭിക്കുകയായിരുന്നു. സെബ അവിടെ ചേരുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്ക് ക്വാളിഫിക്കേഷൻ അപ്രൂവൽ അല്ലായിരുന്നു. അതുകൊണ്ട് ആ ടീച്ചറെ അവിടെ നിന്ന് ഒരു അറേബ്യൻ സൗദി ടീച്ചറെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. സഭയ്ക്ക് വേണ്ടി ഉടമ്പടി എടുത്തവരാരാണോ അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാം നിയമങ്ങൾ മാറ്റിത്തരുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സഭയുടെ വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായി പാലിക്കുവാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടനെ സാക്ഷ്യം പറയണം, പരിശുദ്ധ അമ്മയെ കാണണം, ഈശോയെ ഒന്ന് ചുംബിക്കണമെന്നെല്ലാം വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഒരു കൃത്യസമയം വെറുതെ ഒരു PCOD പോലെ വെറുതെ ഒരു ബ്ലീഡിങ് അസുഖം നൽകി മകൾക്ക് ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വന്നു. എയർപോർട്ടിലെത്തിയതോടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതോടെ ഈ മകളുടെ എല്ലാ അസുഖങ്ങളും മാറി മകൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള വലിയൊരു അനുഗ്രഹവും സാധ്യതയും നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് സഭയുടെ ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓരോ മക്കളും ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ അവൾ അൽത്താരയിൽ നിന്ന് പറയും, ഇനി എനിക്ക് ഈശോ ഇല്ലാതൊരു ജീവിതമില്ല, പരിശുദ്ധ അമ്മയാണ് എന്നെ ഈശോയിലേക്ക് വഴികാട്ടി നടത്തുന്നത്, ഞാൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കുമെന്ന്. ഇന്ന് ലോകം മുഴുവനും 24 ഭാഷകളിലേക്ക് ഈ ഉടമ്പടിയുടെ പത്രം എത്തിച്ചേരുമ്പോൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഈശോ എന്തൊക്കെ ചെയ്തു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ വലിയ വലിയ പ്രേക്ഷിത ഈശോയുടെ നാമം മഹത്വപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെപ്പോഴും നമ്മുടെ ദിവ്യബലിയിലും നാം ഈശോയെ സ്വീകരിക്കുമ്പോഴെല്ലാം ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. നമുക്ക് ഈശോയുടെ നാമം എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകം മുഴുവനെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ജോലിയില്ലാത്ത മക്കളെയും വീടില്ലാത്ത മക്കളെയും പ്രവാസികളായി കഴിയുന്ന മക്കളെയും എല്ലാം എപ്പോഴും മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.